സ്റ്റെപ്പിലൂടെ നമ്മുടെ ഫേസിന് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു സ്ക്രബിംഗ് ആണ് വരുന്നത്. അതിനാവശ്യമായിട്ട് പഞ്ചസാരയാണ് ആവശ്യം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിയാക്കിയിട്ടില്ല, ഇതേപോലത്തെ ഒരു രീതിയിലാണ് ആക്കിയെടുത്തേക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് അരമുറി തക്കാളിയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിംഗ് ആണ്. അതിനായിട്ട് ഞാനിവിടെ പഞ്ചസാരയും തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു തക്കാളി ഈ പഞ്ചസാരയിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് നല്ലോണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഹാർഡായിട്ട് ഇട്ട് ഉരയ്ക്കണ പോലെ ചെയ്യരുത്, പതുക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഫേസിന്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിക്ക് തന്നെ സ്ക്രബ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കാതെ തന്നെ ഇത് ചെയ്യാം. പൊടിക്കാതെ ചെയ്യുമ്പോൾ സ്കിന്നിന് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തത്. 5 to 4 മിനിറ്റ് വരെ ഇതേപോലെ നമുക്ക് സ്ക്രബ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. തക്കാളി കൊണ്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ വെച്ചിട്ടും ഒരു 2 to 3 മിനിറ്റ് ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഒരിക്കലും തുടച്ചെടുക്കരുത്, കഴുകുക തന്നെ വേണം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലെൻസിങ് ആണ്. ഇവിടെ ഞാൻ തൈരാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് തക്കാളിയുടെ നീര് ഇതേപോലെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി മിക്സിയിൽ അടിച്ച് ജ്യൂസ് ആക്കിയിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പിഴിഞ്ഞിട്ട് അട്ട കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലോണം കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഫേസിൽ ഉണ്ടാവുന്ന പോഴ്സിലേക്കൊക്കെ ഇറങ്ങിയിട്ട് പോഴ്സ് ഒക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് അതിലുള്ള ഡേർട്ടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ കൂടെ നന്നായിട്ട് ഹെൽപ്പ് ആവും കേട്ടോ. അങ്ങനെ ഒരു 5 to 6 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് ഒന്ന് നല്ലോണം പ്ലെയിൻ വാട്ടറിൽ കഴുകിയെടുക്കാം കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയ പോലെ ഒന്ന് ഫീൽ ചെയ്യും കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ കടലപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ സ്പൂൺ തന്നെ പകുതി ഒരു 1/2 സ്പൂൺ ഞാൻ അരിപ്പൊടിയും എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത് ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ തൈരും യൂസ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. വേറെ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട. ഇത് മാത്രം യൂസ് ചെയ്തിട്ട് വേണം ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസിന്റെ ഭാഗത്തേക്ക് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇവിടെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫേസിൽ എന്ത് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ കഴുത്തിന്റെ കളർ മാത്രം വേറൊരു ഷെയ്ഡിൽ നിൽക്കും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖം നന്നായിട്ട് കരിവാളിച്ചൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നൊന്നും ബ്രൈറ്റ് ആവാനൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാം കേട്ടോ. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അതിങ്ങനെ നമ്മുടെ ഫേസിലേക്ക് ഇതേപോലെ ഒപ്പി കൊടുക്കുക കേട്ടോ. അപ്പൊ ആ ഡ്രൈ ആയിട്ടിരിക്കണത് ഒന്നും കൂടിയും ഒന്ന് കുതിർന്ന് വരും കേട്ടോ. അതിനുശേഷം മാത്രം നമ്മൾ ഇതേപോലെ ഒരു ക്ലീനിങ് സ്പോഞ്ച് എടുത്തിട്ട് ഫേസിലുള്ള പാക്കൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന കരിവാളിപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ. ഈ ഒരു 3 സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഫേസിലുള്ള ഡേർട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറിയിട്ട് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും റിപ്ലൈ തരും കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.